ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, അങ്ങ് യാത്രയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്നലെ വരെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് കേന്ദ്ര അവഗണന എന്ന് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കേൾക്കുന്നുണ്ട്. കേന്ദ്ര അവഗണന, ഒന്നും തരുന്നില്ല കേരളത്തിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യമാണ് ഈ ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് UDFും അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എപ്പോഴും പുറപ്പെടുവിക്കാറുള്ളത്. ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ മുകളിൽ നിന്നുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന രീതിയിലാണ് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. അതായത് ഈ പറയുന്ന കേന്ദ്ര അവഗണനയൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ സ്ഥാപിച്ചെടുക്കുകയാണോ ഈ ഘട്ടത്തിൽ? സാമ്പത്തികം അത്രമേൽ ഭദ്രത കൈവരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് എന്നാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബഡ്ജറ്റ് അവതരണം കാലത്ത് മുതൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ബാലഗോപാലിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. എന്താണ് ഒരു വഴിപാട് കഴിക്കുന്ന ജാതി ഇങ്ങനെ കുറെ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് കേന്ദ്രത്തിന്റെ വിഹിതമായി വരുന്ന പൈസകളെ കുറിച്ച് പറയുന്നു, കേന്ദ്രത്തിന്റെ വിഹിതത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അല്ലാതെ കേരളത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന രീതിയിൽ, ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ആൾ എന്ന രീതിയിൽ, ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള ആളെന്ന രീതിയിൽ അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ സംവിധാനം അതിനകത്തില്ലല്ലോ. അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതും അദ്ദേഹം പറയുന്നതും ഒരു കൃത്യമായിട്ട് എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടി അങ്ങനെ നിറവേറ്റുന്നു എന്നത് വിട്ടിട്ട് നിങ്ങളെല്ലാവരും, ഞാൻ പറയുന്നത് തെറ്റുണ്ടെന്ന് നോക്കണം, നിങ്ങളെല്ലാവരും ബാലഗോപാലന്റെ ഇന്നത്തെ ബഡ്ജറ്റ് അവതരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടി? അദ്ദേഹത്തിന് അറിയാം കേരളത്തിൻ്റെതായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യവും നടക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കഴിഞ്ഞ തവണ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിൽ 32ഓളം പദ്ധതികൾ അനങ്ങിയിട്ടില്ല. 32ഓളം പദ്ധതികൾ അനങ്ങിയിട്ടില്ല. എന്തുകൊണ്ട് അനങ്ങാത്തത്? കാരണം അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെയും കുറെ കാര്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ പ്രഖ്യാപിക്കുന്നത് അടുത്ത ഈ ഡിസംബറിൽ വരാൻ, അല്ലെങ്കിൽ നവംബർ ആയിട്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ മേഖലകളിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുമാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ബഡ്ജറ്റ് അതിനെ കാണണം. ഈ ബഡ്ജറ്റ് കൊണ്ട് ബാലഗോപാലിനും അറിയാം കേന്ദ്ര വിഹിതങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഇവിടെ എന്തെങ്കിലും അവസാനം ബാലഗോപാൽ ഒരു വരി എഴുതി വെച്ചാൽ മതിയായിരുന്നു. കേന്ദ്രം തരുന്നതനുസരിച്ച് മാത്രമാണ് ഈ ബഡ്ജറ്റ് കൃത്യമായി നടപ്പിലാക്കുക, കേന്ദ്രം തരുന്ന പ്രകാരം കൃത്യമായി. അത് ആദ്യം തന്നെ വായിച്ചാൽ പ്രശ്നം തീർന്നു. ബഡ്ജറ്റിൽ വായിക്കണ്ടിരുന്നില്ല. കേന്ദ്ര വിഹിതം തരുന്നില്ല എന്ന് നാഴികക്ക് 30 നേരം പറയുന്ന ഇവർ ഇപ്പോ അത് അല്ല എന്ന് തെളിയിക്കുന്ന കാര്യമല്ലേ ഇത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബഹുമാനായിട്ടുള്ള എന്റെ സഹ പാനലിസ്റ്റ് അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറയുന്നത്? കേന്ദ്രത്തിൽ നിന്ന് ഒരു അവഗണനയും കേരളത്തിനോട് കാണിച്ചിട്ടില്ല. കേരളത്തിലേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചില സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് 10-15ഓളം കാര്യങ്ങൾ അതിൽ നോക്കിയിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളെയും അത് അലോട്ട് ചെയ്യുന്നത്. 447 കോടി രൂപയാണ് UPA സർക്കാരിന്റെ സ്ഥാനത്ത് കേരളത്തിന് കൊടുത്തിരുന്നത് 10 വർഷം കൊണ്ട്. എന്നാൽ BJP സർക്കാർ വന്ന 10 വർഷം കൊണ്ട് 1,51,000 കോടി രൂപ കേരളത്തിന് കൃത്യമായി കിട്ടിക്കഴിഞ്ഞു. 387 കോടി രൂപയാണ് പ്രതിവർഷം കൃത്യമായിട്ട് റെയിൽവേ മാറ്റിവെച്ചിരുന്നത്. എന്നാൽ കേന്ദ്രം ഈ ഒരു വർഷം മാത്രം മാറ്റിവെച്ചത് 3,040 കോടി രൂപയാണ് കേരളത്തിന് മാറ്റിവെച്ചത്. ഏകദേശം 35ഓളം റെയിൽവേ സ്റ്റേഷനുകൾ 500 കോടി രൂപ പ്രതിവർഷ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള കോടിക്കണക്കിന് രൂപ ചെലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ കേരളത്തിനോട് ഒരു ചിറ്റമ്മ നയവും കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇപ്പൊ ചൂരൽമല പാക്കേജ് ഇവർ, എന്റെ അറിവ് ശരിയാണെങ്കിൽ 750 കോടി രൂപ കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നല്ലേ. അതാണ് എന്റെ വിശ്വാസം. അതിന്റെ പിന്നിൽ വലിയൊരു തട്ടിപ്പുണ്ട്. ഈ കിഫ്ബി എന്ന് പറയപ്പെടുന്ന നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ള സാധനം അതിൻ്റെ അകത്ത് പുറകിലുണ്ട്. ആരാ ചൂരൽമല പാക്കേജ് ഏൽപ്പിച്ചിരിക്കുന്ന? കിഫ്ബിയുടെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് സംവിധാനമായിട്ടുള്ള കിസ്കോൺ. ആ കിസ്കോൺ എന്ന് പറയപ്പെടുന്ന കമ്പനിക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് അവർ കൃത്യമായിട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഒരു പാരൽ സർക്കാർ ഉണ്ടാക്കുക. ഉല്ലാസ് ബാബു, അതിന്റെ സമ്പൂർണ്ണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഊരാളുങ്കലിനെയാണ്. തീർച്ചയായിട്ടും അവരത് ഈ ഊരാളുകളുടെ കഥകൾ നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്യാൻ, ഒരു ദിവസമല്ല ഒരാഴ്ച ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ CPM ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുക. ആ ബദൽ സംവിധാനത്തിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ബഡ്ജറ്ററി അലോക്കേഷൻ അടക്കമുള്ള ടാക്സ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ഓഡിറ്റിങ്ങിന് പെടുത്താതെ ആ കാര്യങ്ങൾ ചെയ്യുക. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി 2,200 കോടി രൂപ 9.72 പൈസക്ക് എടുക്കുക. അത് പ്രശ്നമായി വരുമ്പോൾ 3,200 കോടി രൂപ ജനങ്ങളുടെ നികുതി പണം എടുത്ത് തിരിച്ചടയ്ക്കുക. ഇത്യാദി കാര്യങ്ങളൊക്കെ തോമസ് ഐസക് മുതൽ
എ അബ്രഹാമിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് കിഫ്ബിയുടെ നിഴലിൽ നടന്നു പോന്നുകൊണ്ടിരുന്നു. പണ്ട് തോമസ് ഐസക് ചെയ്തിരുന്ന മലർപ്പൊടിക്കാരന്റെ പരിപാടികൾ പുക എന്ന് പറയും നമ്മൾ ചില സമയത്ത്, ഒരു ഗുണമില്ലാത്ത കാര്യം. ഇന്നത് ബാലഗോപാൽ ചെയ്യപ്പെടുന്നത് മാത്രം. ഇന്ന് കാലത്തെ ഏറ്റവും വലിയ വാർത്ത എന്താണ്? 350ഓളം ജനകീയ ഹോട്ടലുകൾക്ക് ഇന്ന് താക്കോലിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ സബ്സിഡി കൊടുത്തിട്ടില്ല. തോമസ് ഐസക് വലിയ സംഭവമായിട്ട് 2019-20 അവതരിപ്പിച്ചതാണ്. എന്താ അതിന്റെ പേരായിരുന്നു അറിയോ? വിശപ്പ് രഹിത കേരളം. ബഡ്ജറ്റിലുണ്ടായിരുന്നാണ്. അതിന് മാറ്റിവെച്ച പൈസ ഇവർ കൊടുത്തില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ 350 ഹോട്ടലുകൾ അടച്ചിരിക്കുന്നു, 35 സുഭിക്ഷ ഔട്ട്ലെറ്റുകൾ അടച്ചിരിക്കുന്നു. എന്ത് അടിസ്ഥാനത്തിൽ? സർക്കാർ പൈസ കൊടുത്തിട്ടില്ല, ബഡ്ജറ്റ് അലൊക്കേഷൻ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഇവരുടെ ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന പൈസ എന്ന് പറയപ്പെടുന്നത് ആ പൈസ സോഡാ കുപ്പിയുടെ ഉള്ളിലത്തെ ഗോലി എന്ന് പറയും, ഒറ്റ നാടൻ തൃശ്ശൂർ ഭാഷയിൽ. എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആ ഗോലി സോഡ കണ്ടിട്ടില്ലേ നെല്ലിമ? ആ സോഡ കുപ്പിയുടെ ഉള്ളിലത്തെ ഗോലി പോലെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ അത് എടുക്കാൻ കിട്ടില്ല.